ഒരുപക്ഷേ അല്ല, തീർച്ചയായും സുഭാഷിതം ചാനലും ഗ്ലോബൽ മലയാളി ന്യൂസ് ചാനലും ഏറ്റവും കൂടുതൽ വീഡിയോകൾ ചെയ്തത് അംഗനവാടിക്കാർക്ക് വേണ്ടിയിട്ടായിരിക്കും. ഒരു ഘട്ടത്തിൽ ഒരു വീഡിയോ ചെയ്തു, 2 വീഡിയോ ചെയ്തു, അത് 100-ലധികം വീഡിയോ ചെയ്തു. അങ്ങനെ ഒരു സംവിധാനത്തിന് ഞങ്ങൾ അങ്ങനെ വീഡിയോ ചെയ്തിട്ടില്ല. അങ്ങനെ വീഡിയോ ചെയ്തതുകൊണ്ട് ഞങ്ങൾ ആരെയൊന്നും കാശ് മേടിച്ചിട്ടില്ല. ഞങ്ങൾക്ക് വേറെ താല്പര്യമില്ല. ഞങ്ങൾക്ക് രാഷ്ട്രീയ ഒരുപാട് ആക്ഷേപങ്ങൾ വന്നു. ഞാൻ BJP പോകുന്നു, BJP കാരനാണ്, പിന്നെ ഞങ്ങൾ കുറേ പേരെ BJP കൊണ്ടുപോകാൻ പോകുന്നു, പണം പിരിക്കുന്നു, കേസ് കൊടുക്കുന്നു, അങ്ങനെ വലിയ ആക്ഷേപമാണ് വന്നത്. പക്ഷേ എല്ലാ ആക്ഷേപങ്ങളെയും നമ്മൾ ഒരു വശത്ത് നിർത്തിയിട്ട് 100-ലധികം വീഡിയോസ്, ഓരോ കുഞ്ഞു കാര്യങ്ങളും അംഗനവാടി ടീച്ചർമാരും ഹെൽപ്പർമാരും വർക്കർമാരും അനുഭവിക്കുന്ന ഓരോ കുഞ്ഞു പീഡനങ്ങൾ വരെ, അതായത് ഓഫീസർമാരിൽ നിന്ന്, CDPOമാരിൽ നിന്ന്, സൂപ്പർവൈസർമാരിൽ നിന്ന്, ക്ഷേമനിധി ബോർഡിൽ നിന്ന്, അതുപോലെ തന്നെ സർക്കാരിൽ നിന്ന്, വനിതാ ശിശുക്ഷേമ സമിതിയിൽ നിന്ന് കിട്ടുന്ന ഓരോ കുഞ്ഞു കാര്യത്തിലും ഞങ്ങൾ വീഡിയോ ചെയ്യുമായിരുന്നു. അങ്ങനെ വലിയ ഐക്യദാർഢ്യം ഞങ്ങൾ പ്രഖ്യാപിച്ചു. അതിൽ നമുക്ക് അഭിമാനവുമുണ്ട്. പക്ഷേ ആ സമയത്ത് കേട്ട ചില വാർത്തകൾ ഞങ്ങൾ കേട്ടു. അപ്പോൾ ഞങ്ങൾ ചില വീഡിയോ ചെയ്തിരുന്നു. ഈ അമ്മമാർ, അവരുടെ പ്രായമുള്ളവർ കുഞ്ഞുങ്ങളെ 3 വയസ്സിനും 5 വയസ്സാകുമ്പോൾ ഒരു സ്കൂളിലോട്ട് പോകുമല്ലോ, ഒരു 3 വയസ്സിനും 5 വയസ്സിനും അല്ലെങ്കിൽ മാക്സിമം പോയാൽ 6 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളെ തല്ലുന്ന ഒരു പ്രകൃതം ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏറ്റവും അവസാനമായി ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾ വീഡിയോ ചെയ്തിരുന്നു. നിങ്ങൾ ഏത് നൂറ്റാണ്ടിലെ അമ്മയാണ്? നിങ്ങൾ മാതാവാണോ, അമ്മയാണോ, സ്ത്രീയാണോ? നിങ്ങൾ സ്ത്രീകൾക്ക് അപമാനമാണ് പിന്നീട് അംഗനവാടി വർക്കറും ടീച്ചറും ഹെൽപ്പറും ഒക്കെ ആവുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഞാൻ അംഗനവാടിയുടെ സ്ഥലമോ കുട്ടിയുടെ ചിത്രമോ ഒന്നും കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമുക്കത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ബൈറ്റും അതിൻ്റെ സ്റ്റില്ലും ഫോട്ടോയും എല്ലാം നമ്മുടെ കൈവശം. പക്ഷെ ഒന്നും കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ നന്നായേ പറ്റൂ. നിങ്ങൾ ഈ അംഗനവാടി വർക്കറെ അടിയന്തരമായി പിരിച്ചുവിടണം. വേറെ ഒരു ന്യായമില്ല. കുട്ടിയാണ് തെറ്റ് ചെയ്തിട്ടുള്ളെങ്കിലും, കുട്ടി ഇനി എന്തെങ്കിലും അവിടെ നിന്ന് മോഷ്ടിച്ചു, കുട്ടി തെറ്റ് ചെയ്തു, കുട്ടി പെടുത്തു, കുട്ടി അല്ലെങ്കിൽ ബാത്റൂമിൽ പോയി, പിന്നെ 1-നും 2-നും ഒക്കെ പോയി, കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല, അങ്ങനെ കുട്ടിക്ക് ഒരുപാട് വൈകല്യങ്ങൾ ഉണ്ടായിരുന്നു വിചാരിച്ചു. അല്ലെങ്കിൽ കുട്ടി പറഞ്ഞാൽ കേൾക്കുന്നില്ല, ആരെങ്കിലും തെറി പറഞ്ഞു, അടുത്ത കുട്ടിയെ തല്ലി, എന്ത് തന്നെ ചെയ്താലും കുഞ്ഞിനെ മാരകമായി മർദ്ദിക്കാൻ ഒരു അംഗനവാടി ടീച്ചർ വർക്കർക്കും അവകാശമില്ല, ഒരു ഹെൽപ്പർക്കും അവകാശമില്ല. നിങ്ങൾ വളരെ മനോഹരമായി ചെയ്യുന്ന ചില നമ്പർ പരിപാടികൾ, തുടയിൽ നിന്നുള്ളുക, ഈ നിക്കറിന്റെ അടിവശം അല്ലെങ്കിൽ സ്കർട്ടിന്റെ പാവയുടെ അടിവശം നോക്കി അടിക്കുക. അപ്പൊ ആരും കാണത്തില്ലല്ലോ, അടിക്കുക. ഈ കുഞ്ഞിനെ തന്നെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോഴാണ് കുഞ്ഞ് പച്ചവെള്ളം എടുത്ത് ഒഴിക്കുമ്പോൾ നീറ്റൽ കാരണം കരഞ്ഞപ്പോഴാണ് അതിന്റെ ആധിക്യം അമ്മ മനസ്സിലാക്കുന്നത്. പല ദിവസം തല്ലിയിട്ടുണ്ടെന്നാണ് ആ കുഞ്ഞ് ചാനലിൽ വന്ന് പറയുന്നത്. എന്തൊരു ഗതികേടാണ്. തീർച്ചയായിട്ടും അവരെ കൗൺസിലിങ്ങിന് വിധേയമാക്കി അവരെ പിരിച്ചുവിടണം. വേറെ ഒരു ന്യായമില്ല. കൗൺസിലിംഗ് വിധേയമാക്കുക, അവരെ പിരിച്ചുവിട്ടേക്കുക. വേറെ ഒരാളെ പിരിച്ചുവിട്ടാൽ 66,000 പേര് നന്നാവും. ഒരാളെ പിരിച്ചുവിടാതിരുന്നാൽ 66,000 പേരാണ്. ഇത് കേരളത്തിൽ അംഗനവാടിയല്ല, പോലീസ് സേനയിലാകട്ടെ, സർക്കാർ സംവിധാനം, ഇത് സംരക്ഷണം ലഭിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇനിയിപ്പോൾ കുറെ ഈ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ താഴെ കുറെ ചേച്ചിമാരും അനിയത്തിമാരും സഹോദരിമാരും ഒക്കെ, എല്ലാ സ്ത്രീകളാണല്ലോ, വന്ന് പറയും അത് ആ ടീച്ചർ നല്ലതായിരുന്നു, വർക്കർ നല്ലതായിരുന്നു, ആ കുട്ടി അങ്ങനെ ചെയ്തത് ശരിയായില്ല, ഈ വർക്കർ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നൊക്കെ പറഞ്ഞ് തള്ളിമറിക്കും. ഒരാളും അതിനകത്ത് വന്ന് കമന്റ് ഇട്ട് തള്ളണ്ട. ഇത് വളരെ കൃത്യമായി പ്രൂഫ് സഹിതം പുറത്തു വന്ന വാർത്തയാണ്. അംഗനവാടിയിൽ വളരെ കൃത്യമായി ഇത് നടന്ന വർക്കറെ അല്ലെങ്കിൽ ഹെൽപ്പറെ, അത് ചെയ്ത വർക്കറെ, ഇത് കണ്ടുകൊണ്ടുന്ന ഹെൽപ്പറെ 100% പിരിച്ചുവിടണം. യാതൊന്നുമില്ല. ഞാൻ ഇത്രയും കർക്കശമായി പറയുന്നത് എത്ര തവണ നമ്മൾ തന്നെ വീഡിയോ ചെയ്ത് പറഞ്ഞു, നിങ്ങളിത് ചെയ്യരുത്. നിങ്ങളെ ഏൽപ്പിക്കുന്നത് കുഞ്ഞുങ്ങളുടെ 2ാം വീടാണ് നിങ്ങളുടെ സ്ഥലം. അവർ സ്വന്തം വീട്ടിൽ താമസിക്കുന്നു. അവിടെ നിന്നും മാതാപിതാക്കൾ നിങ്ങളടുത്ത് കൊണ്ടാക്കുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ആരാണ് അംഗൻവാടിയിൽ വരുന്നത്? പഴയ കാലത്ത് ഒരുപാട് സമ്പന്ന കുട്ടികളൊക്കെ അംഗൻവാടിയിൽ വരുമായിരുന്നു. ഇന്ന് വരുന്നത് ആരാണ്? ദരിദ്ര നാരായണന്മാരായ കുട്ടിയാണ്. 60 കുട്ടികൾ വരെയുള്ള അംഗൻവാടികളുണ്ട്, 6 കുട്ടികൾ വരെയുള്ള അംഗൻവാടികളുണ്ട്. ഞാൻ കണക്ക് വെച്ച് തന്നെ പറയുന്നു. 10 കുട്ടികളുള്ള അംഗൻവാടികളുണ്ട്. അവിടെ വരുന്നത് ആരാണ്? പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർ, സാധാരണക്കാർ, OBC വിഭാഗത്തിൽപ്പെട്ടവർ. ഇതിൽ തന്നെ സാമ്പത്തികമുള്ളവരുണ്ടെങ്കിൽ, ഇപ്പൊ ജാതി അല്ലല്ലോ പ്രധാനം. പട്ടികജാതി വർഗത്തിലോ OBCയിലോ മറ്റേതെങ്കിലും ജാതി സമുദായത്തിലോ പണമുള്ളവരുണ്ടെങ്കിൽ അവർ LKGയിലേക്കും UKGയിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും പ്രീപെയ്ഡ് നഴ്സറിയിലേക്കും അവർ ഡേ കെയറിലേക്കും. അപ്പൊ ഡേ കെയറിലേക്കാതെ, പ്രീ പ്രൈമറി സ്കൂളിലേക്കാതെ, LKGക്കൊന്നും വിടാതെ നിങ്ങളടുത്ത് അയക്കുന്നത് എല്ലാ ജാതി മതത്തിലും പെട്ട സാധാരണക്കാരാണ്. നമ്മളുടെ ഒരു സംവിധാനം അനുസരിച്ച് പല ജാതി വിഭാഗങ്ങളും താഴ്ന്ന സാമ്പത്തിക നിലയിലുള്ളവരുമാണ്. അപ്പോൾ ആരാണ് കൂടുതലും നിങ്ങളടുത്ത് വരുന്നത്? ഇത് ഗൗരവമായി ചർച്ച ചെയ്യണം. നിങ്ങൾ എന്ത് ന്യായം വെച്ചിട്ടാണ് കുട്ടികളെ തല്ലുന്നത്? ഒരു ന്യായവുമില്ല. തല്ലുന്നതിന് ഒരു ന്യായവുമില്ല. നിങ്ങൾക്കാണ് ശരീരത്തിൽ തല്ല് കിട്ടിയാൽ എങ്ങനെയിരിക്കും?
തല്ലെന്ന് പറയുന്നത് ഒരു മാർഗമേ അല്ല. അങ്ങനെ തല്ലി നിങ്ങൾ നന്നാക്കണ്ട കുട്ടികളെ. നിങ്ങൾ ഈ കുട്ടികൾ തെറ്റ് ചെയ്താൽ മാതാപിതാക്കൾ വരുമ്പോൾ പറയുകയും അവരെ കുട്ടിക്ക് ആവശ്യമായ കൗൺസിലിങ്ങും പറഞ്ഞു കൊടുക്കലും, പിന്നെ അത്യാവശ്യം ചിലപ്പോൾ ഒരു ചെറിയ ശിക്ഷയൊക്കെ, വളരെ നോമിനലായിട്ടുള്ള ശിക്ഷയൊക്കെ, ഒരു വിരട്ടലാണ്, ശിക്ഷയല്ല വേണ്ടത്, ശരിക്കും വിരട്ടലാണ്. ഞാനൊരു കൃഷ്ണൻ സാറിന്റെ ഉദാഹരണം പറയാം. എന്നെ പഠിപ്പിച്ചിരുന്ന സാർ മരിച്ചുപോയി. സാർ നല്ല പ്രായം, 40 വയസ്സൊക്കെ, നല്ല പ്രായത്തിൽ സാർ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. പക്ഷേ വളരെ നേരത്തെ സാറിന് ജോലി കിട്ടി. കൃഷ്ണൻ ചെട്ടിയാർ സാറ് രാവിലെ വന്നു കഴിഞ്ഞാൽ എല്ലാ ടീച്ചർമാർക്കും എല്ലാ സാറന്മാർക്കും രക്ഷകനാണ് സാറ്. കാരണം എന്ന് വെച്ചാൽ സാർ ഒരു 6 അടി നീളമുള്ള, ഒരു 6 അടിയല്ല, ഒരു നല്ല നീളമുള്ള ഒരു വടി, ചൂരൽ എടുത്തുകൊണ്ട് സ്കൂളിന്റെ ഗ്രൗണ്ടിലൊക്കെ ഒന്ന് നടക്കും. അവിടെ ഒന്ന് ചെറിയ തട്ടും ബഹളമൊക്കെ ഉണ്ടാക്കും. ഗ്രൗണ്ടിലും മുകളിലും എല്ലാം കംപ്ലീറ്റ് ക്ലാസ് റൂമിന്റെ വെളിയിൽ കൂടെ ഒക്കെ ഒന്ന് നടക്കും. എന്നിട്ട് വളരെ അപൂർവം, ഒരു വർഷത്തിൽ ചിലപ്പോൾ 1-2 പേരെ ആയിരിക്കും തല്ലുന്നത്. പക്ഷെ തല്ലുന്നത് ഒരു വല്ലാത്ത തല്ലായിരിക്കും. പക്ഷെ ഒരു വർഷത്തിൽ ഒരാളൊക്കെ ആയിരിക്കും തല്ല. അത് അത്ര കർശനമായ, അത് മുതിർന്ന കുട്ടികളാണ്, 8ാം ക്ലാസ് കഴിഞ്ഞ മുതിർന്ന കുട്ടികളാണ്. വളരെ കർശനമായ തെമ്മാടിത്തരം കാണിക്കുമ്പോഴാണ് ആ ഒരാളെ മറ്റും തല്ലും. പക്ഷെ ആ ഒരാളെ തല്ലിയാൽ മതി, ഒരു വർഷം ആ സ്കൂളിൽ ഒരു കുട്ടിയും ഒരു തെറ്റും ചെയ്യാതെ ഇരിക്കും. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി നമുക്കിത് ചെയ്യേണ്ടതുണ്ട്. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഞാൻ പറയുന്നു, നമുക്ക് അംഗനവാടി ടീച്ചർമാർ, ദയവായി വർക്കർമാർ, ഹെൽപ്പർമാർ ഇത് ശ്രദ്ധിച്ചേ കഴിയൂ. നിങ്ങളെ പിരിച്ചുവിടണമെന്ന് നമ്മൾ പറയുന്നു. തീർച്ചയായി നിങ്ങൾ ഇതിലേക്ക് വരണം. നിങ്ങൾ കുട്ടികളെ നോക്കുന്നതിൽ ഒരമ്മയുടെ സ്വഭാവത്തോട് കൂടി തന്നെ നോക്കണം. എങ്കിൽ ചോദിക്കും, ചില അമ്മമാർ തല്ലില്ലേ? അമ്മമാർ തല്ലിക്കോട്ടെ, അവർ തല്ലാതിരിക്കട്ടെ. അമ്മമാർ തല്ലിയാലും ബാലാവകാശ കമ്മീഷനൊക്കെ വെച്ചുകൊണ്ട് ഇപ്പോൾ വലിയ നിയമമാണ്. അതുകൊണ്ട് തീർച്ചയായും അംഗനവാടിക്കാർ ഇതിൽ ഒന്ന് ശ്രദ്ധിച്ചേ കഴിയൂ.